വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം യോഹന്നാൻ സ്നാപകന്റെ പൊതു ശുശ്രൂഷയോടെയാണ് ആരംഭിക്കുന്നത്. വിവിധ ഭരണാധികാരികളുടെ കാലഘട്ടം സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം ചരിത്ര സത്യമായി അവതരിപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ. 3-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. ജനങ്ങൾ യോഹന്നാനോട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു. അവൻ സാമൂഹ്യനീതിക്ക് ഊന്നൽ നൽകുന്നു. ഉടുപ്പുള്ളവർ ഇല്ലാത്തവർക്ക് പങ്കിടണം, ചുങ്കക്കാരും സൈനികരും നീതിയോടെ പ്രവർത്തിക്കണം, അന്യായം ഒഴിവാക്കണം. ജനങ്ങൾ അവനെ മിശിഹായാണോ എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. 3-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. യോഹന്നാൻ ഹെരോദോസ് രാജാവിനെ അവന്റെ സഹോദരഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കുറ്റപ്പെടുത്തിയെന്ന കാരണത്താൽ അവൻ തടവിലാക്കപ്പെടുന്നു. പിന്നെ യേശുവിന്റെ സ്നാനം വിവരിക്കുന്നു. യേശു സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3-ാം അധ്യായം 22-ാം തിരുവചനം. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യേശുവിന്റെ വംശാവലി വിവരിക്കുന്നു. അത് യേശുവിനെ ആദാവുമായി ബന്ധപ്പെട്ട് ദാവീദിന്റെ വംശജനായി അവൻ എല്ലാ മനുഷ്യർക്കും ബന്ധപ്പെട്ട രക്ഷകനാണെന്ന് ഊന്നി പറയുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ.